My dear students, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയൽ പഠിക്കുക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഇതിൻ്റെ 45ാമത്തെ എപ്പിസോഡിൽ സൾഫർ എന്ന അധ്യായം നമ്മൾ തുടരുകയാണ്. അതിൻ്റെ മൂന്നാം ഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദ സൾഫർ പേഷ്യൻറ്റ് ഹാസ് ഓൾ സോർട്സ് ഓഫ് ഇറപ്ഷൻസ്. ദർ ആർ വെസിക്കുലർ, പസ്റ്റുലർ, ഫറൻകുലർ, scaly eruptions, all attended with much itching, and some of them with discharge and suppression. അപ്പോൾ സൾഫറിൽ എല്ലാത്തരം ഇറപ്ഷൻസും ഉണ്ട്, വയലൻ്റ് ഇച്ചിങ് അതിനോടൊപ്പം ഉണ്ട്. വെസിക്കുലർ, പസ്റ്റുലർ, ഫറൻകുലർ, സ്കെയിലി. ഫറൻകുലർ എന്ന് വെച്ചാൽ ഈ ബോയിൽസ് മാതിരിയുള്ളത്, സ്കെയിലി ചിതമ്പൽ പോലെ ഉള്ളത്, അങ്ങനെ പസ്റ്റുലർ, വെസൈക്കുലർ ഒക്കെ എല്ലാത്തിനും വളരെയധികം ഇച്ചിങ്ങും ഉണ്ട്. അതിൽ ചില ഇറപ്ഷൻസ് ഡിസ്ചാർജ് ഉള്ളതാകാം, സൂപ്പറേറ്റീവ് ആകാം. ദ സ്കിൻ ഈവൻ വിത്തൗട്ട് എനി ഇറപ്ഷൻ ഇച്ചസ് മച്ച്. അപ്പോൾ അതാണ് സൾഫറിൻ്റെ ഒരു സവിശേഷത. ഇറപ്ഷൻസ് വന്നിട്ട് ഇച്ചിങ് ഉണ്ടാകുന്നു, പക്ഷേ അത് സ്വാഭാവികമെന്ന് പറയാം. ഇവിടെ ഇറപ്ഷൻസ് ഇല്ലാതെ തന്നെ ഇച്ചിങ് ഉണ്ട്. ഇച്ചസ് ഫ്രം ദ വാംത്ത് ഓഫ് ദ ബെഡ് ആൻഡ് ഫ്രം വെയറിങ് വൂളൻ ക്ലോത്തിങ്. വെറുതെ കിടക്കയിൽ കിടക്കുമ്പോൾ, രാത്രി കിടക്കയിൽ കിടക്കുമ്പോൾ ശരീരം ആ കിടക്കയുടെ കോണ്ടാക്റ്റ് വരുമ്പോൾ ഒന്ന് ചൂടാകുമല്ലോ, ആ ചൂട് മതി ഇറപ്ഷൻ ആരംഭിക്കാൻ. ഇനി ഇത്തിരി റഫായിട്ടുള്ള വൂളൻ കൊണ്ടുള്ള ക്ലോത്തിങ്, റഫ് ക്ലോത്തിങ് അത് ബോഡിയിൽ മുട്ടുമ്പോൾ അതുകൊണ്ടും ഇച്ചിങ് ഉണ്ടാകാം. അങ്ങനെ ഒരു വല്ലാത്തൊരു ഇച്ചിങ് റെമഡിയാണ് സൾഫർ. മെനി ടൈംസ് ദ സൾഫർ പേഷ്യൻ്റ് കനോട്ട് വെയർ എനിത്തിങ് എക്സെപ്റ്റ് സിൽക്ക് ഓർ കോട്ടൺ. പട്ടുവസ്ത്രങ്ങളോ മൃദുവായിട്ടുള്ള പരുത്തി വസ്ത്രങ്ങളോ അല്ലാതെ മറ്റ് ഒരു വസ്ത്രവും പലപ്പോഴും സൾഫർ പേഷ്യൻ്റ് ധരിക്കാൻ പറ്റില്ല. ദ വാംത്ത് ഓഫ് ദ റൂം വിൽ ഡ്രൈവ് ഹിം ടു ഡിസ്പയർ ഇഫ് ഹി കനോട്ട് ഗെറ്റ് അറ്റ് ദ ഇച്ചിങ് പാർട്ട് ടു സ്ക്രാച്ച് ഇറ്റ്. അപ്പോൾ നമുക്ക് ഇച്ച് വന്നു കഴിഞ്ഞാൽ ഒരു ചൊറിഞ്ഞു കഴിഞ്ഞാൽ അതിന് ശമനം കിട്ടുമല്ലോ, സുഖമുള്ള ഏർപ്പാടാണ്. പക്ഷേ ചൊറിയാൻ പറ്റാത്ത, സ്ക്രാച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഈ കിടക്കയിൽ കിടക്കുമ്പോൾ ഇച്ച് വരുന്നതെങ്കിൽ ആ ചൊറിയാൻ പറ്റായ്മ കൊണ്ട് ഈ സൾഫർ പേഷ്യൻ്റ് വല്ലാത്ത നിരാശയിലായി പോകും. അങ്ങനത്തെ ഒരു അവസ്ഥ. ചൊറിയാൻ പറ്റിയ കുഴപ്പമില്ല, റിലീഫുണ്ട്. ചൊറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണെങ്കിൽ നിരാശയിൽപ്പെട്ടു പോകും. അത് സൾഫർ പേഷ്യൻ്റെ ഒരു മാനസികാവസ്ഥയാണത്. ആഫ്റ്റർ സ്ക്രാച്ചിങ് ദർ ഇസ് ബേണിംഗ് വിത്ത് ദ റിലീഫ് ഓഫ് ദി ഇച്ചിങ്. അപ്പോൾ ചൊറിഞ്ഞു കഴിയുമ്പോൾ റിലീഫുണ്ട്, റിലീഫിനോടൊപ്പം ബേണിങ് സെൻസേഷൻ കൂടിയുണ്ട്. റിലീഫ് മാത്രമല്ല, ബേണിങ് സെൻസേഷൻ കൂടിയുണ്ട്. നമ്മൾ ആഴ്സനിക്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥ പറഞ്ഞു. ചൊറിഞ്ഞ് വല്ലാതെ ചുവന്ന നിറമാവും, ആ പാർട്ട് മൊത്തം ചുവന്ന് കടിക്കും, അപ്പോൾ ശമനം കിട്ടും, വീണ്ടും ചൊറിയും. പക്ഷേ സൾഫർ അങ്ങനെയല്ല, റിലീഫുണ്ട്, ഒപ്പം ഈ ഇച്ചിങ് എന്നുള്ള മാറിയിട്ട് ബേണിങ്ങിലേക്ക് മാറുന്നു. സൾഫർ ഒരു ബേണിങ് റെമഡിയാണ്. ആഫ്റ്റർ സ്ക്രാച്ചിങ് ഓർ ആഫ്റ്റർ ഗെറ്റിംഗ് ഇൻ ടു ദ വാംത്ത് ഓഫ് ദ ബെഡ്, ഗ്രേറ്റ് വൈറ്റ് വേൾഡ്സ് കം ഔട്ട് ഓഫ് ഓൾ ഓഫ് ദ ബോഡി വിത്ത് മച്ച് ഇച്ചിങ് ആൻഡ് these he keeps on scratching until the skin becomes raw or until it burns, and then comes a relief of the itching. അപ്പോൾ ചൊറിഞ്ഞു കഴിയുമ്പോൾ അല്ലെങ്കിൽ കിടക്കയിൽ കിടന്ന് ശരീരം ചൂടായി കഴിയുമ്പോൾ തിണർപ്പുകൾ വരും. ശരീരം മുഴുവൻ വലിയ തോതിൽ തിണർപ്പുകൾ, അത് ചുവന്ന നിറത്തിലുള്ള തണുപ്പുള്ള വെളുത്ത നിറത്തിലുള്ള തണുപ്പുകൾ വരും. ശരീരം മുഴുവൻ വല്ലാതെ ചൊറിച്ചിൽ. ആ ചൊറിഞ്ഞിങ്ങനെ മാന്തി കഴിഞ്ഞാൽ, സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗങ്ങൾ റോ ആയിട്ട് മാറും. അതായത് തൊലി പോയി ഇങ്ങനെ ചെറിയൊരു വാട്ടർ യൂസിങ് വരുന്ന പോലെ വരാം. ബേണിങ് സെൻസേഷൻ അണ്ടിൽ ഇറ്റ് ബേൺസ്. ബേണിങ് സെൻസേഷൻ വരുമ്പോൾ ചൊറിച്ചിൽ മാറും. അതാണ്. പിന്നെ അതോടുകൂടി ഒരു റിലീഫ് കിട്ടും. ദിസ് പ്രോസസ് ഗോസ് ഓൺ കണ്ടിന്യൂസ്ലി. ഡ്രെഡ്ഫുൾ ഇച്ചിങ് അറ്റ് നൈറ്റ് ഇൻ ദ ബെഡ് ആൻഡ് ഇൻ ദ മോർണിംഗ് വെൻ ഹി വേക്സ് അപ്പ് he starts in again and the eruptions itch and ooze. അപ്പോൾ രാത്രി മുഴുവൻ ഈ ഭയാനകമായിട്ടുള്ള ഇച്ചിങ്, ഡ്രെഡ്ഫുൾ ഇച്ചിങ്. പിന്നെ രാവിലെ ഉണർന്നെടുത്ത് കഴിയുമ്പോൾ
ഈ ഇച്ചിങ് വീണ്ടും ആരംഭിക്കുന്നു. ഈ ഇറപ്ഷൻസിലെല്ലാം ഇച്ചിങ് ഉണ്ടാകുന്നു. അതിൽ നിന്നെല്ലാം ഇങ്ങനെ ദ്രാവകം ഒഴുകി വരാൻ തുടങ്ങുന്നു. ക്രോപ്സ് ഓഫ് ബോയിൽസ് ആൻഡ് ലിറ്റിൽ ബോയിൽ ലൈക്സ് ഇറപ്ഷൻസ് കം ഔട്ട് ആൻഡ് ദിസ് മേക്സ് ഇറ്റ് യൂസ്ഫുൾ ഇൻ ഇംപെറ്റിക്കോ. അപ്പോൾ ഈ പൊള്ളുമുണ്ടാകുന്ന കുമ്പളകൾ പോലെ ബോയിൽ ലൈക്ക് ഇറപ്ഷൻസ് ധാരാളം വരുന്നു, നിരനിരയായിട്ട് വരുന്നു. ഈ ഒരു സിംറ്റം ഈ പരുക്കളുണ്ടായി പൊട്ടിയൊലിക്കുന്ന ഒരവസ്ഥയിൽ സൾഫറിനെ വളരെ ഉപകാരപ്രദമായ ഒരു ഔഷധമാക്കി മാറ്റുന്നു. ദിസ് റെമഡി ഈസ് യൂസ്ഫുൾ ഇൻ സൂപ്പറേഷൻസ്. ഇറ്റ് എസ്റ്റാബ്ലിഷ് ഓൾ സോർട്സ് ഓഫ് സൂപ്പറേറ്റിംഗ് cavities, small abscesses and large abscesses. Crops of boils and little boil-like eruptions come out and this makes it useful in impetigo. അപ്പോൾ പൊള്ളലേറ്റുണ്ടാകുന്ന ആ കുമിളകൾ പോലെയുള്ള ആ ഇറപ്ഷൻസ് ധാരാളം വരുന്നു. ഈ ഒരു അവസ്ഥ, ഈ ഒരു സൾഫറിൻ്റെ ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഈ ശരീരത്തിൽ പരുക്കളുണ്ടാകുന്ന അവസ്ഥയിൽ സൾഫർ വളരെ നല്ലൊരു ഔഷധമായിട്ട് അതിനെ മാറ്റുന്നത്. ഈ ഒരു പ്രോപ്പർട്ടിയാണ് കെൻ്റ് പറയുന്നു. ദിസ് റെമഡി ഈസ് യൂസ്ഫുൾ ഇൻ സൂപ്പറേഷൻസ്. ഈ പഴുത്തൊലിക്കുന്ന വ്രണങ്ങളുടെ കാര്യത്തിൽ സൾഫർ വളരെയധികം ഉപകരിക്കും. ഇറ്റ് എസ്റ്റാബ്ലിഷ് ഓൾ സോർട്ട് ഓഫ് സൂപ്പറേറ്റിംഗ് cavities, small abscesses and large abscesses beneath the skin, in the cellular tissues and in internal organs. അപ്പോൾ എല്ലാത്തരം ആബ്സസസും ഉണ്ട്, സൂപ്പറേറ്റിംഗ് ക്യാവിറ്റീസ് ഉണ്ട്. ഈ ഇൻറ്റേർണൽ ഓർഗൻസിൽ, സെല്ലുലർ ടിഷ്യൂസിലൊക്കെ ഈ സൂപ്പറേറ്റിംഗ് ക്യാവിറ്റീസ് ഉണ്ടാക്കുന്നു, ആബ്സസ് ഉണ്ടാക്കുന്നു. സൾഫർ അങ്ങനെ ഈ പഴുപ്പുമായിട്ട് ബന്ധപ്പെട്ട്, ഇച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്, ഇറപ്ഷൻസുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ധാരാളം സിംറ്റംസ് ഉള്ളൊരു ഔഷധമാണ് സൾഫർ. The suppurative tendency is very marked in sulfur. The glands become inflamed and the inflammations goes on to suppuration. അപ്പോൾ ഗ്രന്ഥികളിൽ, ഗ്ലാൻസിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നു, ഇൻഫ്ലമേഷൻ പഴുപ്പിലേക്ക് മാറുന്നു. Wherever there is a sulfur complaint, you will find burning. അതേപോലെ സൾഫർ കംപ്ലൈൻറ്റുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടൊരു സാധനമാണ് ബേണിംഗ്. സൾഫർ എവിടെയുണ്ടോ അവിടെ ബേണിംഗ് ഉണ്ട്. എവറി പാർട്ട് ബേൺസ്. Burning where there is congestion, burning of the skin or a sensation of heat in the skin, burning here and there in spots, burning in the glands, in the stomach, in the lungs, burning in bowels, in the rectum, burning and smarting in the hemorrhoids, burning when passing urine or a sensation of heat in the bladder. അപ്പോൾ സൾഫറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ കണ്ടാണ് ബേണിംഗ് ഉണ്ട്. എല്ലാ തരത്തിലും, അത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, എല്ലാ തരത്തിലും യൂറിനേറ്റ് ചെയ്യുമ്പോൾ, മലശോധന നടത്തുമ്പോൾ ഒക്കെ, ലുക്കോറിയയിൽ, എല്ലാത്തരം ലങ്സിൽ, ബ്ലാഡറിൽ, എല്ലാത്തരത്തിലും ബേണിംഗ് ഉണ്ട്. സൾഫർ ഒരു വളരെ പ്രധാനപ്പെട്ടൊരു ബേണിംഗ് റെമഡിയാണ്. ദർ ഇസ് ഹീറ്റ് ഹിയർ ആൻഡ് ദർ, ബട്ട് വെൻ ദ പേഴ്സൺ ഡിസ്ക്രൈബ്സ് സംതിങ് എസ്പെഷ്യലി typical of sulfur, she says, burning of the soles of the feet, in the palms of the hands and the top of the head. അപ്പോൾ അവിടെ ഇവിടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഈ ബേണിംഗ് ഉണ്ട്, അതേപോലെ ഹീറ്റും ഉണ്ട്. പക്ഷേ ഒരു ടിപ്പിക്കൽ സൾഫർ പേഷ്യൻ്റ് ആണെങ്കിൽ ഇങ്ങനെ പറയും, കാലിൻ്റെ സോൾസിൽ, കൈയുടെ ഈ കൈവെള്ളയിൽ, കാൽവെള്ളയിൽ, തലയുടെ ഉച്ചിയിൽ, അപ്പോൾ എല്ലായിടത്തും ബേണിംഗ് ഉണ്ട്, ഹീറ്റ് സെൻസേഷൻ ഉണ്ട്. പക്ഷേ ഒരു ടിപ്പിക്കൽ സൾഫർ പേഷ്യൻ്റ് പറയുമ്പോൾ കൈവെള്ളയിൽ, കാൽവെള്ളയിൽ, തലയുടെ ഉച്ചിയിൽ. അതൊരു പ്രൂവറെ കോട്ട് ചെയ്തിരിക്കുന്നതാണ്. ബേണിംഗ് ഓഫ് ദ സോൾസ് ഓഫ് ദ ഫീറ്റ് വിൽ വെരി ഓഫൺ ബി നോട്ടീസ്ഡ് ആഫ്റ്റർ ദ പേഷ്യൻ്റ് ബിക്കം വാം ഇൻ ബെഡ്. കിടക്കയിൽ കിടന്നപ്പോൾ സൾഫറിൽ കിടക്കയിൽ കിടന്ന് ചൂടാകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ സോൾസിലും ഉള്ള ബേണിങ് വിശേഷിച്ചും ഉണ്ടാകുന്നത് കിടക്കയിൽ കിടന്ന് ശരീരം ചൂടാകുമ്പോഴാണ്. ദ സൾഫർ പേഷ്യൻ്റ് ഹാസ് സോ മച്ച് ഹീറ്റ് ഇൻ ആൻഡ് ബേണിംഗ് ഓഫ് ദ സോൾസ് അറ്റ് നൈറ്റ് ഇൻ ബെഡ് ദാറ്റ് ഹി പുട്ട്സ് ദ ഫീറ്റ് ഔട്ട് ഫ്രം ബിനീത്ത് ദ ക്ലോസ്, സ്ലീപ്സ് വിത്ത് ദ ഫീറ്റ് ഔട്ട്സൈഡ് ആൻഡ് കവറിങ്. ഇത് പറയുന്നൊരു കോൾഡ് ക്ലൈമറ്റിൽ ആണ് പറയുന്നത്. എപ്പോഴും രാത്രി, പ്രത്യേകിച്ചും വെസ്റ്റേൺ കൺട്രീസിൽ രാത്രിയാകുമ്പോൾ ടെമ്പറേച്ചർ താഴും.
അപ്പോൾ മൊത്തം മൂടിപ്പോയി. ചില സ്ഥലങ്ങളിലൊക്കെ സ്ലീപ്പിംഗ് ബാഗിൽ കയറിയൊക്കെയാണ് ഉറങ്ങുന്നത്. പക്ഷെ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പോലും ഈ കാല് മാത്രം പുറത്തേക്കിടും. കാലിൻ്റെ സോഴ്സ് അത്രയ്ക്ക് പൊള്ളലുണ്ടായിട്ടാണ്. നമ്മൾ ഇവിടെ അങ്ങനെ ഉണ്ടാവണമെന്നില്ല, പക്ഷേ കാലിൽ വല്ലാത്തൊരു പൊള്ളലുണ്ട് എന്നൊരു മറ്റ് ശരീരഭാഗങ്ങളെ അപേക്ഷിച്ച് വല്ലാത്തൊരു ബേണിംഗ് സെൻസേഷൻ അല്ലെങ്കിൽ ഹീറ്റിൻ്റെ സെൻസേഷൻ ഉണ്ടെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ദ സോൾസ് ആൻഡ് പാംസ് ഓഫ് ദ സൾഫർ പേഷ്യൻറ്റ് വെൻ എക്സാമിൻഡ് പ്രസൻറ്റ് എ തിക്ക് സ്കിൻ വിച്ച് ബേൺസ് ഓൺ ബിക്കമിങ് വാം ഇൻ ബെഡ്. അപ്പോൾ സൾഫർ പേഷ്യൻറ്റിൻ്റെ കൈവെള്ളയും കാൽവെള്ളയും നോക്കിക്കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്നെസ് ഇല്ല, ഒരു തിക്ക് സ്കിന്നാണ്. ആ ഒരു അപ്പിയറൻസ് കൂടിയുണ്ട്. കാൽവെള്ളയിലും കൈവെള്ളയിലും സ്കിൻ തിക്കാകുക, അതിന് പ്രത്യേകിച്ചും കിടക്കുമ്പോൾ ബേണിംഗ് സെൻസേഷൻ വരിക. മെനി കംപ്ലൈൻറ്റ്സ് കം ഓൺ ഫ്രം ബിക്കമിങ് വാം ഇൻ ബെഡ്. അത് ഇറ്റാലിസിലാണ് കൊടുത്തിരിക്കുന്നത്. അത്രയ്ക്ക് പ്രൊമിനൻ്റ് ആണ് സിംപ്റ്റം. ദ സൾഫർ പേഷ്യൻറ്റ് കനോട്ട് സ്റ്റാൻഡ് ഹീറ്റ് ആൻഡ് കനോട്ട് സ്റ്റാൻഡ് കോൾഡ് ദോ ദർ ഇസ് എ സ്ട്രോങ് ക്രേവിംഗ് ഫോർ ഓപ്പൺ എയർ. അപ്പോൾ ഹീറ്റ് സെൻസേഷനുള്ള ആൾക്ക് ഓപ്പൺ എയറിനോടൊരു ക്രേവിംഗ് ഉണ്ടാകാം. പക്ഷേ ചില സന്ദർഭങ്ങളിൽ തണുപ്പും താങ്ങാൻ പറ്റില്ല. രണ്ട് എക്സ്ട്രീമിനോടും സെൻസിറ്റിവിറ്റീസ് വരാം. എല്ലായ്പ്പോഴും ഇല്ല, പക്ഷേ ചില സന്ദർഭങ്ങളിൽ തണുപ്പും താങ്ങാനാത്ത അവസ്ഥ വരും. പക്ഷേ തണുപ്പ് താങ്ങാനാവില്ല എന്ന് പറയുമ്പോൾ തന്നെ ഓപ്പൺ എയറിനോട് ക്രേവിങ്ങും ഉണ്ട്. പ്രൊഡോമിനൻ്റ്ലി ഒരു ബേണിങ്ങും ഹീറ്റുമാണ് സൾഫറിലുള്ളത്. പക്ഷേ കോൾഡും ഒരു എക്സ്ട്രീം ടെമ്പറേച്ചറും താങ്ങാൻ പറ്റാത്തൊരു സെൻസിറ്റീവ് നേച്ചർ സൾഫറിലുണ്ട്. അതേസമയം ഓപ്പൺ എയറിനോട് ക്രേവിങ്ങും ഉണ്ട്. ഹീ വാണ്ട്സ് ആൻ ഈവൻ ടെമ്പറേച്ചർ. ഹീ ഈസ് ഡിസ്റ്റർബ്ഡ് ഇഫ് ദ ടെമ്പറേച്ചർ ചേഞ്ചസ് മച്ച്. അപ്പോൾ ഒരു ഈവനായിട്ട് ഒരു ആവറേജ് ടെമ്പറേച്ചർ, വലിയ ഫ്ലക്ച്വേഷൻ ഇല്ലാത്ത ഒരു ആവറേജ് ടെമ്പറേച്ചറാണ് സൾഫർ പേഷ്യൻറ്റിന് താല്പര്യം. വല്ലാത്ത ചൂടും താങ്ങാൻ പറ്റുന്നില്ല, വല്ലാത്ത തണുപ്പും താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ടെമ്പറേച്ചർ ചേഞ്ചസിനോട് വളരെ സെൻസിറ്റീവാണ്. സോ ഫാർ ആസ് ഹിസ് ബ്രീത്തിങ് ഈസ് കൺസേൺഡ്, when he has much distress, he wants the doors and windows open. അപ്പോൾ ബ്രീത്തിങ് പ്രശ്നങ്ങൾ വരുമ്പോൾ ജനലും വാതിലും തുറന്നിടണം. ഒരു സഫക്കേറ്റീവ് നേച്ചർ, ക്ലോസ്ഡ് റൂംസിൽ ഒരു എയർ ഹംഗ്രി എന്ന് പറയും, തുറന്ന വായുവിനോടുള്ളൊരു ദാഹം. സൾഫർ ഒരു എയർ ഹംഗ്രി പേഷ്യൻ്റാണ്. അടച്ചിട്ട മുറിയിൽ ടെമ്പറേച്ചർ അല്പമെങ്കിലും കൂടുമല്ലോ. അങ്ങനെ കൂടുമ്പോൾ, ഇപ്പോൾ എയർ കണ്ടീഷനൊന്നും ഇല്ലെങ്കിൽ കൂടുമ്പോൾ ശ്വാസം മുട്ടുന്ന പോലെ തോന്നും. അപ്പോൾ സൾഫർ ഈസ് എ എയർ ഹംഗ്രി പേഷ്യൻറ്റ്. ദ ബോഡി ഹവർ ഹീ ഈസ് ഫ്രീക്വൻ്റ്ലി ഫോഴ്സ്ഡ് ടു ഹാവ് കവേർഡ്, ബട്ട് ഇഫ് ഹീ ഈസ് വാംലി ക്ലാഡ് ഹീ ഈസ് ബോതേഡ് വിത്ത് ദ ഇച്ചിങ് ആൻഡ് ബേണിംഗ് ഓഫ് ദ സ്കിൻ. ഇത് വിശേഷിച്ച് ഒരു കോൾഡ് ക്ലൈമറ്റിൽ വരുന്നൊരു സംഭവമാണിത്. നമുക്കത് അത്രക്ക് വരില്ല. കവർ ചെയ്യാൻ അയാൾക്ക് പലപ്പോഴും കവർ ചെയ്യണമെന്ന് തോന്നും, കാരണം ഈ തണുപ്പിനോടുള്ള സെൻസിറ്റിവിറ്റി ഉണ്ട്. പക്ഷേ വല്ലാതെ ചൂടായി കഴിഞ്ഞാൽ ഈ ഇച്ചിങ്ങും ബേണിങ്ങും വരും. അതൊരു കോൾഡ് ക്ലൈമറ്റിൽ കാണുന്നൊരു സിംറ്റമാണ്. നമ്മളൊരു ഇന്ത്യയിലൊരു ക്ലൈമറ്റിൽ, വിശേഷം കേരളത്തിലൊരു ക്ലൈമറ്റിൽ അതങ്ങനെ കാണണമെന്നില്ല. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ വല്ലാതെ തണുപ്പ് വരുന്നൊരവസ്ഥയിലൊക്കെ അത് ഉണ്ടാകാം. അവിടെയൊക്കെ പ്രാക്ടീസ് ചെയ്യേണ്ടി വന്നതിൽ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം. ആസ് ടു ടൈം അഗ്രവേഷൻസ്, നൈറ്റ്ലി കംപ്ലൈൻറ്റ്സ് ആർ എ ഫീച്ചർ. അപ്പോൾ സൾഫറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നൈറ്റ് അഗ്രവേഷൻ. രാത്രിയിലെല്ലാം അഗ്രവേറ്റ് ചെയ്യും. ഹെഡേക്സ് ബിഗിൻ ആഫ്റ്റർ ഈവനിങ് മീൽ ആൻഡ് ഇൻക്രീസ് ഇൻ ടു ദ നൈറ്റ്. ഹി കനോട്ട് ഗെറ്റ് ടു സ്ലീപ്പ് ബിക്കോസ് ഓഫ് ദ പെയിൻ. അപ്പോൾ ഈവനിങ് മീൽ എന്ന് പറയുന്നൊരു വെസ്റ്റേൺ അമേരിക്കയിലൊക്കെ ഉള്ള രീതിയാണ്. വൈകുന്നേരം ഒരു ഭക്ഷണം, പിന്നെ രാത്രി വളരെ ആഘോഷമായിട്ടുള്ള ഭക്ഷണം. അപ്പോൾ സന്ധ്യക്കുള്ളൊരു ഭക്ഷണം കഴിയുമ്പോൾ തന്നെ ഈ പ്രശ്നം തുടങ്ങും ഇയാൾക്ക്. രാത്രി വല്ലാതെ വർദ്ധിക്കും. അപ്പോൾ ഈ ഹെഡേക്ക് വൈകുന്നേരത്തെ ഭക്ഷണത്തോടുകൂടി ആരംഭിച്ച് രാത്രി വല്ലാതെ വർദ്ധിക്കുന്നു. അയാൾക്ക് വേദന കൊണ്ട് അയാൾക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. ദർ ഇസ് നൈറ്റ്ലി ഏക്കിംഗ് ആൻഡ് നൈറ്റ്ലി തേഴ്സ്റ്റ്, നൈറ്റ്ലി ഡിസ്ട്രസ് ആൻഡ് സിംറ്റംസ് ഓഫ് ദ സ്കിൻ കമ്മിങ് ഓൺ ആഫ്റ്റർ ബിക്കമിങ് വാമിംഗ് ബെറ്റ്. അപ്പോൾ രാത്രിയിൽ ദാഹം വർദ്ധിക്കുന്നു, വേദന വർദ്ധിക്കുന്നു, വല്ലാത്ത ഡിസ്ട്രസ് ഉണ്ടാകുന്നു, സ്കിൻ സിംറ്റംസ് വർദ്ധിക്കുന്നു. ഒക്കെ
രാത്രിയിലാണ്, വിശേഷം കിടന്നു കഴിയുമ്പോൾ. അതുകൊണ്ടാണ് ഈ ഒട്ടുമിക്ക ഔഷധങ്ങളും രാത്രി കഴിക്കാൻ നമ്മൾ അഡ്വൈസ് ചെയ്യുന്നു. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കഴിക്കുന്നത് പലപ്പോഴും നല്ലതാണ്. പക്ഷേ സൾഫർ ഒരിക്കലും ഒരു ക്രോണിക് കണ്ടീഷനിൽ ഒരിക്കലും രാത്രി കൊടുക്കരുത്. സൾഫർ കൊടുക്കുമ്പോൾ എപ്പോഴും രാവിലെ കൊടുക്കാൻ പറയുന്നതിൻ്റെ കാരണം ഇതാണ്. അക്യൂട്ട് കണ്ടീഷനിൽ കൊടുക്കാൻ നിർബന്ധിതരായാൽ പോലും രാത്രി കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം. ഇൻ്റർമിറ്റൻറ്റ് പീരിയോഡിക് ന്യൂറാൾജിയ works every 24 hours, generally at 12 AM or 12 PM. അപ്പോൾ ഇൻ്റർമിറ്റൻറ്റ് പീരിയോഡിക്കായിട്ട് ന്യൂറാൾജിയാസ് അത് ഓരോ 24 മണിക്കൂറിലും, അത് ഡെയിലി, അതിൻ്റെ പീരിയോഡിസിറ്റി ഡെയിലിയാണ്, 24 മണിക്കൂറാണ്. പൊതുവേ അത് അർദ്ധരാത്രി 12 മണിക്കാണ്, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് 12 മണിക്കാകാം. ഇനി മിഡ് ഡേ ഈസ് അനദർ ടൈം ഓഫ് അഗ്രവേഷൻ ഓഫ് ദ സൾഫർ കംപ്ലൈൻസ്. രാത്രി അഗ്രവേഷൻ പറഞ്ഞ പോലെ ഒരു മിഡ് ഡേ, അതായത് 12 PM നൊട്ടിച്ച നേരത്ത്, ഉച്ച നേരത്തിലൊരു അഗ്രവേഷൻ ഉണ്ട്. അതുകൊണ്ട് കഴിവതും ഏർലി മോർണിംഗിൽ ഉണർന്നെഴുന്നേറ്റ് വായൊക്കെ വൃത്തിയാക്കിയ ശേഷം സൾഫർ കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇറ്റ് ഹാസ് ചിൽസ് അറ്റ് നൂൺ, ഫീവേഴ്സ് ഇൻക്രീസ് അറ്റ് നൂൺ, ഇൻക്രീസ് ഓഫ് ദ മെൻ്റൽ സിംറ്റംസ് അറ്റ് നൂൺ, ഹെഡ് ഏക്സ് വേൾസ് അറ്റ് നൂൺ. അപ്പോൾ ഉച്ചക്ക് ചില്ല്, കുളിരും പനിയും ഒക്കെ ഉച്ചക്ക് വർദ്ധിക്കാം, മെൻ്റൽ സിംറ്റംസ് ഉച്ചക്ക് വർദ്ധിക്കാം, തലവേദന ഉച്ചക്ക് വർദ്ധിക്കാം. കംപ്ലൈൻറ്റ്സ് ദാറ്റ് കം വൺസ് എ വീക്ക്, എ 7-day അഗ്രവേഷൻ ഈസ് അനദർ പെക്യുലർ കണ്ടീഷൻ ഓഫ് സൾഫർ. അപ്പോൾ സൾഫറിനൊരു എവറിഡേ അഗ്രവേഷൻ, ഒരു പീരിയോഡിസിറ്റി 24 hours പീരിയോഡിസിറ്റി നമ്മൾ പറഞ്ഞു. അതുപോലെ ഒരു വീക്ക്ലി പീരിയോഡിസിറ്റി എവറി 7 days, അത് സൾഫർ വളരെ പ്രൊമിനൻ്റ് ആണ്. ഇറ്റ് ഈസ് എ കോമൺ ഫീച്ചർ ഫോർ എ സൾഫർ പേഷ്യൻറ്റ് ടു ഹാവ് എ പെക്യുലർ കൈൻഡ് ഓഫ് ഡയറിയ വിച്ച് ഹാസ് ബീൻ ലോങ് നോൺ ആസ് എ sulfur diarrhea, though many other remedies have a similar condition, that is diarrhea coming on early in the morning. അപ്പോൾ അതിരാവിലെ വരുന്ന ഡയറിയെ ഒരു സൾഫർ ഡയറിയ എന്ന് തന്നെ വിളിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സൾഫർ ഒരു കോമൺ പെക്യുലിയർ കൈൻഡ് ഓഫ് ഡയറിയാണ്. പക്ഷേ മറ്റു പല ഔഷധങ്ങളുണ്ട്, സൾഫറിൽ അത് വളരെ പെക്യുലിയറാണ്. ആ സൾഫറിലെ പെക്യുലാരിറ്റിയെ കെൻഡ് തുടർന്ന് വിശദീകരിക്കുന്നുണ്ട്. ദ സൾഫർ ഡയറിയ ബിലോങ്സ് ടു ദ ടൈം ബിറ്റ്വീൻ മിഡ് നൈറ്റ് ആൻഡ് മോർണിംഗ്. അർദ്ധരാത്രിക്കും മോർണിംഗിനോടൊക്കെ. ഇനി എങ്ങനെ അത് ഒന്നുകൂടി വിശദമായിട്ട് പറയുന്നുണ്ട്. ബട്ട് മോർ കോമൺലി ദ ടൈം ദാറ്റ് ഈ ബിഗിൻസ് ടു തിങ്ക് അബൌട്ട് റൈസിങ്. ഉണർവായി കഴിഞ്ഞ്, പക്ഷേ ഉടനെ എഴുന്നേക്കില്ലല്ലോ. ഉണർവായി കഴിഞ്ഞ് എഴുന്നേക്കുന്നതിന് ചെറിയൊരു ടൈം ലാപ്സ് ഉണ്ട്. ആ ഉണരുന്നതിനെക്കുറിച്ച്, എഴുന്നേക്കുന്നതിനൊക്കെ ചിന്തിക്കുന്നൊരു സമയം, ആ ചിന്തിക്കുന്നൊരു സമയത്താണ് ഇയാൾക്ക് ഡയറി വരുന്നത്. ഇത് വളരെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യാനുള്ളൊരു സന്ദർഭം എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഈ ഒരു പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ കൽക്കട്ടയിൽ വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയിൽ ട്രാൻസ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു കോഴ്സ് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു. ഡെൻമാർക്കുകാരനാണ് അദ്ദേഹം. ഒരു ആർട്ടുമായിട്ട് ബന്ധപ്പെട്ടൊരു സ്റ്റഡിക്ക് അവിടെ വന്നതാണ്. അവിടെ ഇബ്സൺ എഴുതിയ ഗോസ്റ്റ് എന്ന് പറയുന്ന നാടകത്തിൻ്റെ ട്രാൻസ്ലേഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ നിന്ന് മലയാളത്തിലേക്കാണ് ഞാൻ ചെയ്തിരുന്നത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മാതൃഭാഷയാണ് അതിൻ്റെ ഒറിജിൻ, അതിൻ്റെ മൂലകൃതി ആ ഭാഷയിലാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പിതാവുമായിട്ട് ബന്ധപ്പെട്ട് ഞാനതിൽ ചില ഫൈൻ കറക്ഷൻസ് വരുത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ രാത്രി STD കോളാണെന്നുള്ളത്, STDക്ക് റേറ്റ് കുറയുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഫാദറിനെ വിളിക്കും, ഞങ്ങൾ സംസാരിക്കും. കുറച്ച് വൈകിയാണ് കിടന്നിരുന്നത്, അതുകൊണ്ട് തന്നെ വൈകിയാണ് എഴുന്നേൽക്കുന്നത്. പക്ഷേ ഈ സുഹൃത്ത് അദ്ദേഹം അതിരാവിലെ അദ്ദേഹം എഴുന്നേൽക്കുന്നത് ഞാൻ കാണാറുണ്ട്. ഞാനപ്പോൾ എഴുന്നേൽക്കില്ല, പക്ഷേ അദ്ദേഹം എഴുന്നേറ്റ് കുറച്ച് കഴിഞ്ഞ് ഒന്ന് കിടക്കും, ചിലപ്പോൾ വീണ്ടും എഴുന്നേൽക്കും. 1-2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഇതാണ് പ്രശ്നം, ഈ മോർണിംഗ് ഡയറിയ ഉണ്ട്. അപ്പോൾ ഞാനത് ഈ സൾഫർ വായിച്ചിട്ടുള്ളതുകൊണ്ട് അദ്ദേഹത്തോട് കൃത്യമായിട്ട് ഞാൻ വളരെ സൂക്ഷ്മമായിട്ട് ചോദിച്ചു. ഇപ്പം ഈ പറഞ്ഞ അതേ പടി തന്നെ ഉണർന്ന് എഴുന്നേൽക്കുന്നതിന് ചിന്തിക്കുന്നൊരു സമയം, ആ സമയത്ത് ഇദ്ദേഹത്തിന് വയറിളക്കം വരും. ഞാനവിടെ എൻ്റെ ഒരു സുഹൃത്തൊരു ഹോമിയോ ഡോക്ടർ ഉണ്ടായിരുന്നു, ഡോക്ടർ ബാനർജി, അവിടെ ചവരങ്കിയിൽ, കൽക്കട്ടയിൽ. വളരെ തിരക്കുള്ള ഡോക്ടറാണ്. പക്ഷെ ഞങ്ങൾക്ക് ആ പോകാനുള്ള അസൗകര്യമുള്ളതുകൊണ്ട് ഞാൻ ഒരു ദിവസം രാവിലെ വീട്ടിൽ കൊണ്ടുപോയി ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം വളരെ വേഗം കേസ് എടുത്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അദ്ദേഹം ക്ലിനിക്കിലേക്ക് ഒരു കുറിപ്പ് തന്നു. ഒരു 9:30 ആകുമ്പോൾ ക്ലിനിക്ക് കൊണ്ടേ കൊടുത്ത് വാങ്ങിച്ചു.
ഐ ആം ഗിവിങ് ഹിം എ ഡോസ് ഓഫ് സൾഫർ വണ്ണം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് തന്നത്. ഒറ്റ ഡോസ് എന്നറിയാവുന്നവർ പറഞ്ഞോളാം. അതിൽ കുറിപ്പിൽ എഴുതുകയും ചെയ്തിരുന്നു. കൊണ്ടേ കൊടുത്തു. സൾഫർ ഒരു 9:30 ആയപ്പോൾ സൾഫർ കൊടുത്തു അദ്ദേഹത്തിന്. പിറ്റേ ദിവസം മുതൽ ഈ പ്രശ്നം ഉണ്ടായില്ല. ഒരു 6 മാസത്തോളം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. ഞാൻ പോരുന്നവരെ അദ്ദേഹത്തിന് ആ പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോൾ വളരെ ടിപ്പിക്കലാണ്. ദ ഡയറിയ ഡ്രൈവ്സ് ഹിം ഔട്ട് ഓഫ് ബെഡ്. ഈ ഡയറിയ വരുമ്പോഴാണ്, അത് വയറ്റിൽ നിന്ന് പോകാതിരിക്കാൻ പറ്റില്ലെന്ന് തോന്നുമ്പോഴാണ് ഇദ്ദേഹം ആ ചിന്തയൊക്കെ അവസാനിപ്പിച്ച് ചാടി എഴുന്നേറ്റ് ടോയ്ലറ്റിലേക്ക് പോകുന്നത്. ഇറ്റ് ഈസ് ജനറലി തിൻ, വാട്ടറി, ദർ ഈസ് നോട്ട് മച്ച് ഗഷിങ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് വെരി കോപ്പിയസ്, സംടൈംസ് ക്വൈറ്റ് സ്കാൻഡി, സംടൈംസ് യെല്ലോ ഫീക്കൽ. അപ്പോൾ വയറിളക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഒരുപാട് ഇളകി പോകണമെന്നില്ല. അത് ചിലപ്പോൾ വളരെ കുറവായിരിക്കാം, വളരെ നോർമലായിരിക്കാം. പക്ഷേ ജനറലി തിന്നാണ്, വാട്ടറിയാണ്. ആ സമയമാണ് പ്രശ്നം. ഇയാൾക്ക് അധികം പിടിച്ചിരിക്കാൻ പറ്റില്ല, ചാടി എഴുന്നിട്ട് പോകും. അപ്പോൾ ഒരുപാട് ഇങ്ങനെ ഗഷ് ചെയ്ത് വരണമെന്നൊന്നുമില്ല. ആഫ്റ്റർ ദിസ് മോർണിംഗ് സ്റ്റൂൾ ഹി ഹാസ് ഇൻ മെനി കേസസ് നോ ഫർദർ ട്രബിൾ ടിൽ നെക്സ്റ്റ് മോർണിംഗ്. മിക്ക കേസുകളിലും ഇതിന് ശേഷം പിന്നീട് അടുത്ത ദിവസം വരെ വേറെ കുഴപ്പമൊന്നുമില്ല. ദർ ആർ മെനി പീപ്പിൾ ഹു ഗോ ഓൺ ഇയർ ആഫ്റ്റർ ഇയർ വിത്ത് ദിസ് അർജിങ് ദ സ്റ്റൂൾ ഡ്രൈവിംഗ് ഔട്ട് ഓഫ് ബെഡ് ഇൻ ദ മോർണിംഗ്. വർഷങ്ങളോളം ഈ പ്രശ്നമായിട്ടിരിക്കുന്ന ആളുകളുണ്ട്. ഒരു സൾഫറിൻ്റെ ഒരു ഡോസ് കിട്ടുന്നവരെ ആ പ്രശ്നം നിലനിൽക്കും. ഈ ഒരു സുഹൃത്തിനും അതായിരുന്നു ഉണ്ടായിരുന്നത്. ദ പേഷ്യൻറ്റ് സഫേഴ്സ് ഫ്രം പെയിൻ, ഗ്രിപ്പിംഗ്, അണീസിനെസ് ആൻഡ് ബേണിംഗ് സോർനെസ് ത്രൂ ദ ബവൽസ്. ബവൽസിൽ ബേണിംഗ് ഉണ്ട്, ഒരുപാട് പെയിൻസ് ഉണ്ട്, ഗ്രിപ്പിങ്, അണീസിനെസ് ഒക്കെ ഉണ്ട്. ഒരു അണീസിനെസ് ആണ്, എന്തോ ഒരു വിമിഷ്ടം, എന്തോ ഒരു പ്രയാസം എന്നാണ് പറയുന്നത്. അതൊരു അണീസിനെസ്. ദ സ്റ്റൂൾ ബേൺസ് വൈൽ ഇറ്റ് ഈസ് പാസിങ്. നമ്മൾ നേരത്തെ കണ്ടതാണ്. ആൻഡ് ആൾ പാർട്സ് ദാറ്റ് കംസ് ഇൻ കോൺടാക്ട് വിത്ത് ദർ മെയ്ഡ് സോർ ആൻഡ് റോ ആൻഡ് ദർ ഈസ് മച്ച് ചാഫിങ്. അപ്പോൾ ഈ സ്റ്റൂൾസ് പാസ് ചെയ്യുമ്പോൾ കോണ്ടാക്ട് ചെയ്യുന്ന ഭാഗത്തൊക്കെ ബേൺ സെൻസേഷൻ ഉണ്ട്. ഒരു ടിപ്പിക്കൽ സൾഫറിൻ്റെ ടിപ്പിക്കൽ ഡയറിയെക്കുറിച്ചാണ് നമ്മൾ കേട്ടത്. അത് പിന്നീട് എൻ്റെ ചില സുഹൃത്തുക്കളുടെ പ്രാക്ടീസിൽ നിന്നും ഞാനത് മനസ്സിലാക്കിയാണ്. ഈ ഒരു മോർണിംഗ് ഡയറിയിൽ മിക്കവാറും ഈ ഒരു കണ്ടീഷനിലാണെങ്കിൽ, ഉണരുന്ന എഴുന്നേക്കുന്ന ചിന്തിക്കുന്നൊരവസ്ഥയിലാണ് ഡയറി വരുന്നതെങ്കിൽ സൾഫർ വളരെ ടിപ്പിക്കലാണ്. അപ്പോൾ സൾഫറിനെ കുറിച്ചുള്ള തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. നിങ്ങളുടെ പ്രാക്ടീസിൽ വളരെയധികം ഉപകരിക്കുന്നൊരു ഔഷധമാണ്. പലപ്പോഴും ക്രോണിക് കേസുകളുടെ തുടക്കത്തിൽ ഒരു ഡോസ് സൾഫർ വേണ്ടി വരും. പക്ഷെ അത് വളരെ ഇൻഡിസ്ക്രിമിനേറ്റഡ് കൊടുക്കാൻ പാടില്ല. ചീഫ് ആൻറ്റിസോറിക്കാണ്. സോറയാണ് എല്ലാ രോഗാവസ്ഥകളുടെയും മൂലകാരണം. അതുകൊണ്ട് തന്നെ സൾഫറിനെ കുറിച്ച് വളരെ വിശദമായിട്ട് നിങ്ങൾ പഠിക്കണം. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടവർ, ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളൊക്കെ ആയിട്ട്, മറ്റ് കോളേജുകളൊക്കെ പഠിക്കുന്നവരുമായിട്ട്, പരിചയമുള്ള ഡോക്ടർമാരോട്ട്, ഹോമിയോപ്പതി താല്പര്യമുള്ളവരൊക്കെ ഈ ചാനൽ നിങ്ങൾ പങ്കുവെക്കുക. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ സൾഫറിനെ കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം.